ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഓൾട്ടർനേറ്റർ ആണ്. ഓൾട്ടർനേറ്റർ എന്ന് സാധാരണ നമ്മൾ പറയുന്ന യൂഷ്വലി യൂസ് ചെയ്യുന്ന നെയിമാണ്. ശരിക്കുള്ള പേരെന്ന് പറയുന്നത് എ സി ജനറേറ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ എ സി ജനറേറ്റർ അഥവാ ഓൾട്ടർനേറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡി സി ജനറേറ്ററിന്റെ പോലെ തന്നെ എ സി ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റേഴ്സും വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് തന്നെയാണ്. അതിലും ഡി സി ജനറേറ്ററിനെ പോലെ തന്നെ ആർമേച്ചർ വൈൻഡിങ് ഉണ്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും. ഇവ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആർമേച്ചർ കണ്ടക്ടേഴ്സിനെ കട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ കീ ഡിഫറൻസ് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡി സി ജനറേറ്ററിലായിരുന്നപ്പോൾ നമ്മൾ എടുത്തിരുന്നത് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതും ഫീൽഡ് സ്റ്റേഷനറി ആണ്. പോൾസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഫീൽഡ് വൈൻഡിങ് കൊടുത്തിട്ട്. ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ ആർമേച്ചർ ആയിരുന്നു റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷസ് വഴി നമ്മൾ പുറത്തേക്ക് അതിൽ നിന്ന് ഇൻഡ്യൂസ്ഡ് EMF എടുക്കുകയാണ് ചെയ്തിരുന്നത്. അതേസമയം ഓൾട്ടർനേറ്റേഴ്സിൽ നേരെ തിരിച്ചാണ്. അതായത് ഫീൽഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആർമേച്ചർ സ്റ്റേഷനറി ആണ്. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കുക. ഡി സി ജനറേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓൾട്ടർനേറ്ററിൽ വരുന്നത്. ഫീൽഡ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആർമേച്ചർ സ്റ്റേഷനറി ആണ്. ഓക്കെ, നമുക്ക് മെയിൻ പാർട്സ് ഓഫ് ഓൾട്ടർനേറ്റർ നോക്കാം. സ്റ്റേറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ആർമേച്ചർ കോർ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക, കാസ്റ്റ് അയൺ ഫ്രെയിം മോഡ് ആയിരിക്കും ആർമേച്ചർ കോർ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ സ്ലോട്ട്സ് ഉണ്ടായിരിക്കും, അതിലായിരിക്കും ആർമേച്ചർ കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് റോട്ടർ ആണ്. റോട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്താണ്, ഫീൽഡ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫ്ലൈ വീൽ വിത്ത് ഓൾട്ടർനേറ്റിംഗ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഓൺ റിം ആണ് നമ്മൾ റോട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫീൽഡ് എക്സൈറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡി സി സപ്ലൈ സെപ്പറേറ്റ്ലി കൊടുക്കുന്നുണ്ട്. 125 to 600 വോൾട്ട് ആണ് അതിന്റെ റേഞ്ച് ഏകദേശം വരുന്നത്. അതാണ് മാഗ്നറ്റിക് പോൾസിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. ഈ ഡി സി സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂഷ്വലി ഒരു സ്മോൾ ഡി സി ഷണ്ട് ജനറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഡി സി ജനറേറ്ററിന്റെ കേസിൽ സ്പ്ലിറ്റ് റിങ്സ് ആയിരുന്നു, അതുവഴിയായിരുന്നു നമ്മൾ പുറത്തേക്ക് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ കറണ്ടിനെ എടുത്തിരുന്നത്. ഇവിടുത്തെ കേസിൽ വരുന്നത് സ്ലിപ്പ് റിങ്സ് ആണ്, ബ്രഷസും കൂടിയിട്ടാണ് കറണ്ട് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസിന്റെ അറേഞ്ച്മെന്റ് വഴിയാണ് കറണ്ട് സപ്ലൈ ചെയ്യുന്നത്, ഫീൽഡ് എക്സൈറ്റേഷൻ ഉള്ള കറണ്ട് സപ്ലൈ ചെയ്യുന്നത്. മോഡേൺ മെത്തേഡിൽ ബ്രഷ്ലെസ് എക്സൈറ്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസ് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ഫേസ് AC എക്സൈറ്ററും റെക്ടിഫയേഴ്സും ആയിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ ഡിഫറൻസ്. ഇനി ഓൾട്ടർനേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. റോട്ടറിലാണ് മാഗ്നറ്റിക് ഫ്ലക്സ് വരുന്നത്. സ്റ്റേറ്റർ അല്ലെങ്കിൽ ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്. ഈ റൊട്ടേറ്റിംഗ് റോട്ടർ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുന്നത് വഴി EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. സാധാരണ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾ തന്നെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റിക് EMFന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ്. റൈറ്റ് ഹാൻഡ് റൂളിൽ തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ജനറേറ്റർ റൂൾ. ഇത് AC ജനറേറ്റർ ആണല്ലോ, അപ്പൊ ജനറേറ്റർ റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറക്ഷൻ ഓഫ് EMF കണ്ടുപിടിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് EMF ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, സ്റ്റേറ്റർ ഫ്രെയിം എന്ന് പറയുന്നത് ഡി സി ജനറേറ്ററിന്റെ കേസിൽ നമ്മൾ യോക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. യോക്കിന്റെ കേസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യാനുള്ള പാത്തും കൂടി ആയിട്ട് അത് ആക്ട് ചെയ്യായിരുന്നു. ഈ കേസിൽ അങ്ങനെ ഒരു ഫങ്ഷൻ അതിനില്ല, നോട്ട് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, ഓൾട്ടർനേറ്റേഴ്സിന്റെ കേസിൽ സ്റ്റേറ്റർ ഫ്രെയിമിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആർമേച്ചർ കോറിനെയും വൈൻഡിങ്സിനെയും ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മോഡേൺ സ്റ്റേറ്റർ ഫ്രെയിംസ് സാധാരണ യൂസ് ചെയ്ത് മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ബോക്സ് ടൈപ്പ് സ്ട്രക്ചർ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫോർ സ്ട്രെങ്തിനും കൂളിങ്ങിനും വേണ്ടിയിട്ട്.
സ്റ്റേറ്റർ കോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലാമിനേറ്റഡ് മാഗ്നറ്റിക് സ്റ്റീൽ. ലാമിനേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? എഡ്ഡി കറന്റ് ലോസിന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു, റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ലാമിനേഷൻസ് സ്മോൾ മെഷീൻസിന്റെ കേസിലാണെങ്കിൽ റിങ്സ് ആയിട്ടും ലാർജ് മെഷീൻസിന്റെ കേസിൽ സെഗ്മെന്റ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിൽ എയർ കൂളിംഗ് സ്പേസസ് ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ ആർമേച്ചർ കണ്ടക്ടേഴ്സ് വെക്കാനായിട്ട് സ്ലോട്ട്സ് ഉണ്ടായിരിക്കുമല്ലോ ഇന്നർ പെരിഫറിയിൽ സ്ലോട്ട്സ് ഉണ്ടായിരിക്കും ടു ഹോൾഡ് ദീസ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്. വൈഡ്ലി ഓപ്പൺ ആയിട്ടുള്ളത്, സെമി ക്ലോസ്ഡ് ആയിട്ടുള്ളത്, ക്ലോസ്ഡ് സ്ലോട്ട്സ്. ഈ 3 ടൈപ്പാണ് ഉള്ളത്. ഓരോന്നിന്റെയും ഫീച്ചർ നോക്കി വെക്കുക. ഈസി കോയിൽ ഇൻസേർഷൻ ആണ് വൈഡ് ഓപ്പൺ ടൈപ്പിന്റെ. പക്ഷെ അതിന് EMF റിപ്പിൾ ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. സെമി ക്ലോസ്ഡിന്റെ കേസിൽ ലെസ് റിപ്പിൾ ആണ്, പക്ഷെ കോയിൽ ഇൻസ്റ്റാളേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്ലോസ്ഡ് സ്ലോട്ട്സ് വളരെ റയർ ആയിട്ടുള്ളതാണ് ആൻഡ് ഇറ്റ്സ് ഈസ് കോംപ്ലെക്സ് ആൻഡ് കോസ്റ്റ്ലി ആസ് വെൽ. പിന്നെ നമ്മുടെ റോട്ടർ ആണ്. 2 ടൈപ്പ് റോട്ടർ ആണ് നമുക്കുള്ളത്. സാലിയൻ പോൾ റോട്ടറും സ്മൂത്ത് സിലിണ്ട്രിക്കൽ റോട്ടറും. നമ്മൾ ലോ ഓർ മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സാലിയൻ പോൾ റോട്ടർ ആണ്. സാലിയൻ പോൾ റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് പ്രൊജക്ടിങ് പോൾസ്. പ്രൊജക്റ്റഡ് ബോൾട്സ് മാഗ്നറ്റിക് ഫീൽഡില് ബോൾട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. ലാമിനേറ്റഡ് ആയിരിക്കും എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാനായിട്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലാർജ് ഡയമീറ്ററും ഷോർട്ട് ആക്സിയൽ ലെങ്തും ആയിരിക്കും. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഇതിൽ ഓർത്ത് വെക്കണം. സ്മൂത്ത് സിലിണ്ട്രിക്കൽ ആവുമ്പോൾ നേരെ ലോ ആൻഡ് മീഡിയം സ്പീഡിനായിരുന്നു നമ്മൾ സാലിയൻ പോൾ റോട്ടർ യൂസ് ചെയ്തിരുന്നത്. ഹൈ സ്പീഡ് ടർബോ ഓൾട്ടർനേറ്റേഴ്സിന്റെ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിലിണ്ട്രിക്കൽ റോട്ടർ യൂസ് ചെയ്യുന്നത്. സോളിഡ് ഫോർഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഫീൽഡ് കോയിൽസ് വെക്കാനുള്ള സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. നോൺ സാലിയൻ പോൾ ആണെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. സ്മോൾ ഡയമീറ്ററും ലോങ് ആക്സിയൽ ലെങ്തും ആണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. സിങ്ക്രണസ് ജനറേറ്റർ വർക്ക് ചെയ്യുന്ന സ്പീഡാണ് സിങ്ക്രണസ് സ്പീഡ് എന്നാണ് നമ്മൾ പറയാ. സ്പീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. F is equal to Pn divided by 120 Hz ആണ്. വേർ നെ നമുക്ക് NS എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. NS എന്ന് പറയുന്നതാണ് എന്ത്? സിങ്ക്രണസ് സ്പീഡ്. അപ്പൊ NSന്റെ ഇക്വേഷൻ എന്തായിരിക്കും നമുക്ക് എഴുതാം? NS is equal to 120 F divided by P. കറക്റ്റ് അല്ലേ? ഇപ്പൊ സിങ്ക്രണസ് സ്പീഡ് കാണാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്പർ ഓഫ് പോൾസും ഫ്രീക്വൻസിയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് സിങ്ക്രണസ് സ്പീഡ് കാണാൻ പറ്റും. Z എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് എടുക്കുന്നു, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 2T, where T is the number of coils or turns per phase ആണ്. ഒരു കോയിലിന് 2 സൈഡ് ഉണ്ടാവും, അതുകൊണ്ടാണ് 2T എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ P നമ്പർ ഓഫ് പോൾസ് ആണുള്ളത് എന്ന് വിചാരിക്കുക. F ആണ് ഫ്രീക്വൻസി ഇൻഡ്യൂസ്ഡ് EMFന്റെ. ഫ്ലക്സ് പെർ പോൾ എന്ന് പറയുന്നത് 5 ആണ് ഇൻ വെബർ. അങ്ങനെയാണെങ്കിൽ ആവറേജ് EMF കാണുന്നതിനുള്ള റിലേഷൻ എന്ന് പറയുന്നത് 4F5T എന്നുള്ളതാണ്. അതേസമയം അതിന്റെ RMS വാല്യൂ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഫോം ഫാക്ടർ ആയിട്ടുള്ള 1.11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്ത് വരും? 4.44F5T. നെക്സ്റ്റ് ഒരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത് ആർമേച്ചർ റിയാക്ഷൻ ആണ്. ആർമേച്ചർ റിയാക്ഷൻ നമ്മൾ DC ജനറേറ്ററിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർമേച്ചർ റിയാക്ഷൻ എന്തായിരുന്നു? ആർമേച്ചർ ഫ്ലക്സിന്റെ എഫക്റ്റ് ഓൺ മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ ആയിരുന്നു നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞിരുന്നത്. ആർമേച്ചർ റിയാക്ഷൻ മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ലോഡ് പവർ ഫാക്ടർ. നമ്മൾ എടുക്കുന്നത് യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ ആർമേച്ചർ ഫ്ലക്സ് എന്ന് പറയുന്നത് ക്രോസ് മാഗ്നറ്റൈസിങ് ആണ്. ഇത് ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ആണ്. കാരണം ഏത് പവർ ഫാക്ടറിൽ എങ്ങനത്തെ ആർമേച്ചർ ഫ്ലക്സ് ആണ് വരുന്നതെന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. ആർമേച്ചർ ഫ്ലക്സ് ക്രോസ് മാഗ്നറ്റൈസിങ് ആണ് ഇൻ കേസ് ഓഫ് യൂണിറ്റി പവർ ഫാക്ടർ. അപ്പൊ ലീഡിങ് ടിപ്സില് ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും, ട്രെയിലിംഗ് ടിപ്സിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ലീഡിംഗ് ടിപ്സിൽ റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു, അതേസമയം ട്രെയിലിംഗ് ടിപ്സിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്ത സ്ഥിതിക്ക് നെറ്റ് എഫക്റ്റ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഓവറോൾ എഫക്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റോഷൻ ആയിരിക്കും.
വലിയ ചേഞ്ച് ഉണ്ടാവില്ല EMF-ൽ. അപ്പൊ യൂണിറ്റി പവർ ഫാക്ടറിൽ ക്രോസ് മാഗ്നറ്റൈസേഷൻ ആണ് വരുന്നത്. ഓവറോൾ എഫക്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ ആണ് വരുന്നത്. ഈ 2 പോയിന്റ്സ് ഓർത്ത് വെക്കുക. നോക്കേണ്ട 2 എന്ന് പറയുന്നത് സീറോ പവർ ഫാക്ടർ ലാഗിങ് വരുമ്പോഴും സീറോ പവർ ഫാക്ടർ ലീഡിങ് വരുമ്പോഴും ഉള്ളതാണ്. ആർമേച്ചർ ഫ്ലക്സ് മെയിൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് സീറോ പവർ ഫാക്ടർ ലാഗിങ്ങിൽ വരുന്നത്. അപ്പൊ ഒപ്പോസ് ചെയ്യാവുമ്പോൾ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡീമാഗ്നറ്റൈസിങ് ആണ്. അതായത് മെയിൻ ഫ്ലക്സിനെ വീക്കൻ ചെയ്യും, EMF റെഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അടുത്തത് സീറോ പവർ ഫാക്ടർ ലീഡിങ്ങിന്റെ കേസിലാണെങ്കിൽ ആർമേച്ചർ ഫ്ലക്സ് എയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത് മെയിൻ ഫ്ലക്സിനെ. അതായത് മാഗ്നറ്റൈസിങ് എഫക്റ്റ് ആണ് കാണിക്കുന്നത്, സ്ട്രെങ്തൻ ചെയ്യും മെയിൻ ഫ്ലക്സിനെ, EMF ഇൻക്രീസ് ചെയ്യും. അടുത്തൊരു ടേം നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻക്രണസ് റിയാക്ടൻസ് ആണ്. സിൻക്രണസ് റിയാക്ടൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ആർമേച്ചർ ഒരു ലാഗിങ് ലോഡിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ വോൾട്ടേജിന്ന് 5 ആംഗിൾ വിട്ടിട്ട് ലാഗ് ചെയ്തിട്ടായിരിക്കും കറണ്ട് ഉണ്ടായിരിക്കുക. ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ് IARA ഈ കറണ്ടിന് ഇൻഫേസ് ആയിട്ട് ഈ വിയുടെ അവിടെ വരും. അതാണ് ഈ IARA കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം IXL എന്ന് പറയുന്നത് ലീക്കേജ് റിയാക്ടൻസ് ഡ്രോപ്പ് ആണ്. ഈ ആർമേച്ചർ റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്ടൻസ് ഡ്രോപ്പും കൂടാതെ ഒരു ഡ്രോപ്പും കൂടി ഇവിടെ ഉണ്ട് ആർമേച്ചർ റിയാക്ഷന്റെ IXA. നമ്മൾ XA എന്ന് പറയുന്ന ഒരു ഫിക്ടീഷ്യസ് റിയാക്ടൻസ് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ XL പ്ലസ് XA ആണ് സിൻക്രണസ് റിയാക്ടൻസ്. XS എന്നാണ് നമ്മൾ എടുക്കുന്നത്. XS is equal to leakage reactance XL plus XA, armature fictitious armature reactance. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു IXA ടേം കൂടെ വരും. IRA, IXL, IXA ഇത് മൂന്നും കൂടി സം ചെയ്തതിന്റെ വെക്ടർ ആയിട്ടാണ് IZS വരിക. അതാണ് സിൻക്രണസ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ZS എന്തൊക്കെ ഉണ്ടാവും? ZS is equal to റിയൽ പാർട്ടായിട്ട് RAയും ഉണ്ടാവും, ഇമാജിനറി പാർട്ടായിട്ട് എന്തുണ്ടാവും? XL പ്ലസ് XA, അതായത് RA പ്ലസ് J ഇൻറ്റു XL പ്ലസ് XAനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? XS, സിൻക്രണസ് റിയാക്ടൻസ്. അപ്പൊ JXS എന്ന് എഴുതാൻ പറ്റും. അപ്പൊ വെക്ടർ റിലേഷൻ എഴുതാണെങ്കിലും E0 is equal to എന്തായിരിക്കും? V പ്ലസ് IZ ചെയ്തായിരിക്കും. അപ്പൊ ഇത് വിയും ഇത് IZ ആണെങ്കിൽ വെക്ടർ സം ആയിട്ടുള്ള ഇതാണ് E0 എന്ന് പറയുന്നത്. E0. ഓക്കെ, ഫേസർ ഡയഗ്രാം ആണ് അപ്പോൾ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജിലാണ് നമ്മൾ കാണുക. പെർസെൻറ്റേജ് റെഗുലേഷൻ കാണുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് നോ ലോഡ് വോൾട്ടേജ് E0 മൈനസ് ടെർമിനൽ വോൾട്ടേജ് V ഡിവൈഡഡ് ബൈ V ഇൻറ്റു 100% ആണ്. നമുക്ക് ഇപ്പൊ പഠിച്ച പോർഷൻ എന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, as the load on alternator is varied, its terminal voltage changes due to the following reasons. എന്തൊക്കെയാണ് റീസൺസ്? ആർമേച്ചർ റെസിസ്റ്റൻസിന്റെ അക്രോസ് വരുന്ന ഡ്രോപ്പ് I ഇൻറ്റു RA വരുന്നുണ്ട്. വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു ആർമേച്ചർ ലീക്കേജ് റിയാക്ടൻസ് IXL വരുന്നുണ്ട്. വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു ആർമേച്ചർ റിയാക്ടൻസ് IXA. ഫിക്ടീഷ്യസ് ആർമേച്ചർ റിയാക്ടൻസ് XA കാരണമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് IXA വരുന്നുണ്ട്. ഇത് മൂന്നും വരുന്നുണ്ട് ഇതിന്റെ കേസിൽ ടെർമിനൽ വോൾട്ടേജ് ചേഞ്ചിങ്ങിന് കാരണമായിട്ട്. അതായത് ഓപ്ഷൻ D, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, at unity power factor effect of armature reaction. ഇതാണ് നോക്കി വെക്കാൻ പറഞ്ഞത്. ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റി പവർ ഫാക്ടറിൽ എങ്ങനെയാണ്? ക്രോസ് മാഗ്നറ്റൈസിങ് ആണ്. അപ്പൊ യൂണിറ്റി പവർ ഫാക്ടറിൽ ആർമേച്ചർ റിയാക്ഷൻ എന്താണ്? ക്രോസ് മാഗ്നറ്റൈസിങ് ആണ്. ഡിസ്റ്റോർഷൻ ആണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഡീമാഗ്നറ്റൈസേഷൻ നടക്കുന്നത് സീറോ പവർ ഫാക്ടർ ലാഗിങ്ങിന്റെ കേസിലും മാഗ്നറ്റൈസിങ് നടക്കുന്നത് സീറോ പവർ ഫാക്ടർ ലീഡിങ്ങിന്റെ കേസിലാണ്.
Okay. Next question. The ratio of open circuit voltage to short circuit current, keeping the field excitation constant. Field excitation constant ആക്കി വെച്ചിട്ട് എടുക്കുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ടു ഷോർട്ട് സർക്യൂട്ട് കറണ്ടിന്റെ റേഷ്യോനെ നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് സിങ്ക്രണസ് ഇംപിഡൻസ്. ഓപ്ഷൻ ഡി. ZS is equal to VOC divided by ISC. Next question. Hunting in alternator can be prevented by. ലോഡിൽ ഉണ്ടാകുന്ന സഡൻ ചേഞ്ചസ് കാരണം വിത്ത് റെസ്പെക്ട് ടു ഈക്വിലിബ്രിയം പൊസിഷൻ റോട്ടർ ഓസിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹണ്ടിങ് എന്ന് പറയുന്നത്. ഹണ്ടിങ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാംപർ ബാർസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ഡാംപർ ബാർസ്. Next question. An alternator connected to 440 volt 50 Hz supply will run at higher speed when the number of poles are. Number of poles-ഉം സ്പീഡും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എഴുതി നോക്കാം. NS is equal to 120 F by P ആണ്. ഇതിൽ നിന്ന് ക്ലിയർ ആണ് NS is proportional to 1 by P or NS is inversely proportional to P. P എത്ര കുറയുന്നോ അതിനനുസരിച്ച് സ്പീഡിന്റെ വാല്യൂ കൂടും. ഇവിടുത്തെ ആൻസർ എന്തൊരു ഏറ്റവും ചെറിയ വാല്യൂ, അതായത് 2 പോൾസിനാണല്ലോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ തന്നിട്ടുള്ളതിൽ 2 തന്നെയാണ് ഏറ്റവും ചെറുത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ എ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ 3-phase alternator, field current of 100 ampere produces a full load armature current of 400 ampere on short circuit, which means ISC is equal to 400 ampere ആണെന്ന് തന്നിരിക്കുന്നു. And 1730 volt on open circuit, VOC. പക്ഷെ തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് VOC ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ലൈൻ ആണ്. VOC ലൈൻ ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? 1730 തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ VOC ഫേസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു VL by √3. 1730 divided by √3, which is equal to 1730 divided by √3. നമുക്ക് 1.73 എന്ന് എടുക്കാം. 1000. Therefore, എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? സിങ്ക്രണസ് ഇംപിഡൻസ്. സിങ്ക്രണസ് ഇംപിഡൻസ് എന്താണ് നമ്മൾ പഠിച്ചത്? VOC divided by ISC, which is equal to 1000 divided by 400, which means 2.5. Option B. Okay, 2.5. Clear alle? Next question. Damper winding in synchronous motor. Damper winding എന്തിനാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഹണ്ടിങ് റെഡ്യൂസ് ചെയ്യാനാണ്, ഇൻക്രീസ് ചെയ്യാനല്ല. അപ്പൊ ഈ ഓപ്ഷൻ അല്ല. പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനോ അതോ വിൻഡേജ് ലോസ് കുറയ്ക്കാനോ ഒന്നിനും ഹെൽപ്പ് ചെയ്യുന്നില്ല ഡാംപർ വൈൻഡിങ്. സ്റ്റാർട്ടിങ്ങിൽ ടോർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ഇൻഡക്ഷൻ മോട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നതിന്, വർക്ക് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡാംപർ വൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് മോട്ടറിന്റെ സ്റ്റാർട്ടിങ് ടോർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡാംപർ വൈൻഡിങ് ഇൻ സിങ്ക്രോണസ് മോട്ടോർ സെർവ്സ് ടു സ്റ്റാർട്ട് ദ മോട്ടോർ. അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടി ഡാംപർ വൈൻഡിങ്ങിനുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് 8 pole P equal to 8, 50 Hz, F is equal to 50 Hz. What will be the speed in RPM for the alternator? Speed ആണെന്നുള്ള ഫോർമുല എന്താണ്? 120 F divided by P, which is equal to 120 into 50 divided by 8 വരും. 750. Option A, 750 RPM. Okay, direct substitution ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിങ്ക്രോണസ് സ്പീഡ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പോളിന്റെ നമ്പർ ഇവിടെ മാറിയിട്ടുണ്ട്. P is equal to 4 ആയി. ഫ്രീക്വൻസി സെയിം തന്നെ 50 Hz തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സിങ്ക്രോണസ് സ്പീഡ് എന്താണ്? NS is equal to 120 into 50 divided by 4, which is equal to
1500 RPM. ഓപ്ഷൻ എ. ഇതും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ ഓൾട്ടർനേറ്റർ സിൻക്രണസ് റിയാക്ടൻസ് റെപ്രസെന്റ്സ്. സിൻക്രണസ് റിയാക്ടൻസ് എന്തൊക്കെ വരുന്ന പറഞ്ഞത്? ലീക്കേജ് റിയാക്ടൻസ് പ്ലസ് ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ആർമേച്ചർ റിയാക്ടൻസ്, which means option B, leakage reactance and armature reactance. Next question. Which of the following is most accurate method to find voltage regulation of alternator? Voltage regulation of alternator കണ്ടുപിടിക്കുന്നതിന് most accurate ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് സീറോ പവർ ഫാക്ടർ മെത്തേഡ് ആണ്. ഈ തന്നിട്ടുള്ള 4 ഓപ്ഷനെയും നമ്മൾ ആക്യുറസി ഇൻ ടേംസ് ഓഫ് ആക്യുറസി ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ഏറ്റവും കുറവ് സിൻക്രണസ് ഇംപിഡൻസിന് അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ് ആംപിയർ ടേണിന്. ആംപിയർ ടേൺ മെത്തേഡിനേക്കാൾ ആക്യുറസി കൂടുതലാണ് ഡയറക്റ്റ് ലോഡ് ടെസ്റ്റിന്. ഡയറക്റ്റ് ലോഡ് ടെസ്റ്റിനേക്കാളും കൂടുതലാണ് ZPF അല്ലെങ്കിൽ പോർട്ടിയർ മെത്തേഡ് എന്നും പറയും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി, സീറോ പവർ ഫാക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് പോൾസ് ടു ഗെറ്റ് മാക്സിമം സ്പീഡ് ഫോർ ആൻ ഓൾട്ടർനേറ്റർ? മാക്സിമം സ്പീഡ് കിട്ടണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/p അല്ലെങ്കിൽ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു p. അതായത് p മിനിമം ആവുമ്പോഴാണ് സ്പീഡ് മാക്സിമം ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ചെറിയ വാല്യൂ ഓഫ് നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് എന്താണ്? 2. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി, 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് സ്ലിപ്പ് റിംഗ്സ് ഇൻ എ സ്റ്റാർ കണക്റ്റഡ് 3-phase ഓൾട്ടർനേറ്റർ വിത്ത് ദ ഫീൽഡ് പ്രൊവൈഡഡ് ഓൺ റോട്ടർ ഈസ്. റോട്ടർ എന്താണ്? ഇവിടെ ഫീൽഡ് ആണ്. ഫീൽഡിന് എക്സൈറ്റേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് DC ആണ്. DC സപ്ലൈക്ക് എത്ര എണ്ണം ഉണ്ടാവും? 2 സ്ലിപ്പ് റിംഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി. അത് കഴിഞ്ഞിട്ട് വരുന്ന ഔട്ട്പുട്ട് ആണ് സ്റ്റാർ കണക്റ്റഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റർ ആണ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് വരുന്നത്. ആർമേച്ചർ കണ്ടക്ടേഴ്സ് വഴി പുറത്തേക്ക് എടുക്കുന്ന ഭാഗത്താണ് സ്റ്റാർ കണക്റ്റഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ കേസിൽ സ്ലിപ്പ് റിംഗ്സിന്റെ നമ്പർ എന്ത് തന്നെ വരും? ഓപ്ഷൻ സി, 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement or statements are true regarding damper winding in 3-phase synchronous motor? Damper winding helps to start the motor. നേരത്തെ പഠിച്ച ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു serves to start the motor എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നാമത്തെ ശരിയാണ്. Current is present in damper winding when the motor is running at synchronous speed. Synchronous speedൽ റൺ ചെയ്യുമ്പോൾ കറണ്ട് പ്രസന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. സിൻക്രണസ് സ്പീഡിലാണ് റൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് 0 ആണ് വരിക. അതായത് ഓപ്ഷൻ 1 and 3 ആണ് വരിക. ഓപ്ഷൻ ഡി. ഓക്കെ, സിൻക്രണസ് സ്പീഡിലാണ് മോട്ടോർ റൺ ചെയ്യുന്നതെങ്കിൽ ഡാമ്പർ വൈൻഡിങ്ങിലത്തെ കറണ്ട് 0 ആയിരിക്കും. ഡാമ്പർ വൈൻഡിങ്ങിൽ കറണ്ട് പ്രസന്റ് ആണെങ്കിൽ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫ്രം സിൻക്രണസ് സ്പീഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സിൻക്രണസ് ജനറേറ്റർ റേഷ്യോ ഓഫ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ടു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയണത് എന്താണ്? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ടു ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണെങ്കിൽ സിൻക്രണസ് ഇംപിഡൻസ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ടു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ ഇംപിഡൻസ് ചെയ്തായിരിക്കും, വിച്ച് ഈസ് അഡ്മിറ്റൻസ്. സിൻക്രണസ് അഡ്മിറ്റൻസ്. കറക്റ്റ് അല്ലേ? ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിൻക്രണസ് ജനറേറ്റർ ഇസ് സെഡ് ടു ബി ഓവർ എക്സൈറ്റഡ്. സിൻക്രണസ് ജനറേറ്റർ ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. സിൻക്രണസ് ജനറേറ്റർ ഈസ് സെഡ് ടു ബി ഓവർ എക്സൈറ്റഡ് വെൻ ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് അറ്റ് ഡാഷ് പവർ ഫാക്ടർ. ലാഗിംഗ് പവർ ഫാക്ടർ ആകുമ്പോഴാണ് ഓവർ എക്സൈറ്റഡ്. ലീഡിംഗ് പവർ ഫാക്ടർ ആകുമ്പോഴാണ് അണ്ടർ എക്സൈറ്റഡ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കേസിൽ ഓവർ എക്സൈറ്റഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഓപ്ഷൻ സി ലാഗിംഗ് ആണ് വരിക. Last question. Which one of the following is the primary reason for placing a field on the rotor in a
ഓൾട്ടർനേറ്റർ? എന്തുകൊണ്ടാണ് നമ്മൾ ഫീൽഡ് റോട്ടറിൽ വെച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇൻസുലേഷൻ ഓഫ് ഹൈ വോൾട്ടേജ് ഈസ് മെയ്ഡ് ഈസി ഓൺ സ്റ്റേറ്റർ ദാൻ റോട്ടർ. റോട്ടറിലാണ് നമ്മൾ കണ്ടക്ടേഴ്സ് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് ഇൻസുലേഷൻ കൊടുക്കാനായിട്ട് ആ റൊട്ടേറ്റിംഗ് പാർട്ടിൽ വേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടുത്തെ കേസിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റർ ആയിട്ട് ആർമേച്ചർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്, സോ ദാറ്റ് ഇൻസുലേഷൻ ഓഫ് ഹൈ വോൾട്ടേജ് ഈസ് ഈസി. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി. അപ്പൊ ഇത്രയാണ് സിൻക്രണസ് ജനറേറ്ററിന്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സിൻക്രണസ് മോട്ടർ ഡിസ്കസ് ചെയ്യാം, അതിന്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ എടുത്ത പോർഷനിലോ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.